കുവൈറ്റിൽ US-ൻ്റെ 3 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു. ഇക്കാര്യം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അബദ്ധത്തിൽ കുവൈറ്റ് വെടിവെച്ചിട്ടതാണെന്നാണ് US-ൻ്റെ വിശദീകരണം. കുവൈറ്റ് പ്രതിരോധ സേന അബദ്ധത്തിൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതാണെന്നും വിമാനങ്ങളിലുണ്ടായിരുന്ന 6 പൈലറ്റുമാരും സുരക്ഷിതരായി പുറത്തെത്തിയെന്നും US സെൻട്രൽ കമാൻഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി വിശദീകരണം നൽകിയത്. ഇറാനെതിരെ നടന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിൽ പങ്കാളികളായ US-ൻ്റെ 3 F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനങ്ങളാണ് വെടിവെപ്പിനെ തുടർന്ന് കുവൈറ്റിൽ തകർന്നു വീണത്. ഇറാനിയൻ യുദ്ധവിമാനങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തടയുന്നതിനിടെ US വ്യോമസേനയുടെ 3 യുദ്ധവിമാനങ്ങൾ കുവൈറ്റ് പ്രതിരോധ സേന അബദ്ധത്തിൽ വെടിവെച്ച് വീഴ്ത്തിയതാണെന്നും സെൻട്രൽ കമാൻഡിൻ്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ്റെ ആക്രമണത്തിലാണ് വിമാനങ്ങൾ തകർന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാനെതിരെ US-ഇസ്രായേൽ സംയുക്ത ആക്രമണം 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ തകർന്നു വീണത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ദൃശ്യങ്ങളിൽ F-15 വിമാനം തകർന്ന് താഴേക്ക് പതിക്കുന്നത് കാണാം. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിനെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ ഓഫീസിനെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാൻ സേനയായ IRGC ആണ് ഇക്കാര്യം അറിയിച്ചത്. നെതന്യാഹുവിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ വ്യക്തമല്ലെന്നും IRGC പറയുന്നു. എന്നാൽ ഇറാൻ്റെ അവകാശവാദത്തോട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ആക്രമണം നടന്നതായി സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. അതിനിടെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം തീവ്രമാകുന്നു. US-ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ മരിച്ചവരുടെ എണ്ണം 555 കടന്നു. ആക്രമണം 131 ഇറാനിയൻ നഗരങ്ങളെ ബാധിച്ചതായാണ് റിപ്പോർട്ട്. 3-ാം ദിനവും ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഗൾഫിലും സൈപ്രസിലെ UK-യുടെ സൈനിക താവളവും ലക്ഷ്യം വെച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഗൾഫ് മേഖലയിലെ 12 രാജ്യങ്ങളും ആക്രമണ ഭീതിയിലാണ് കഴിയുന്നത്. ബഹ്റൈനിലാണ് ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയത്. തലസ്ഥാനമായ മനാമയിൽ നിരവധി സ്ഫോടനങ്ങളുണ്ടായി.